നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പി. ഭരണത്തിൽ വന്നതിനു ശേഷം നടക്കുന്ന ഓരോ വിഷയങ്ങളും വലിയ രാഷ്ട്രീയ പ്രാധാന്യം നേടുകയാണ്. നീണ്ടകാലത്തെ കമ്മ്യൂണിസ്റ്റ് കുത്തക അവസാനിപ്പിച്ചുകൊണ്ടാണ് ബി.ജെ.പി. തിരുവനന്തപുരത്ത് അധികാരത്തിൽ വരുന്നത്. അതും കേരളത്തിൽ ആദ്യമായി ഒരു കോർപ്പറേഷൻ പിടിച്ചുകൊണ്ട്. പ്രതിപക്ഷ നിരയിൽ ഇരുന്നു കൊണ്ട് കഴിഞ്ഞ കോർപ്പറേഷൻ ഭരണത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടിരുന്ന ബി.ജെ.പി. നേതാക്കന്മാർ ഭരണപക്ഷത്തേക്ക് വരുമ്പോൾ അവരുടെ ഓരോ നിലപാടും അതിസൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ വിമർശിക്കപ്പെടുകയാണ്. കോർപ്പറേഷൻ ആസ്ഥാനത്ത് നടന്ന തമ്മിൽ തല്ല് കഴിഞ്ഞു. ഒടുവിൽ വിവാദങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കുമിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ സെക്രട്ടറിക്ക് മാറ്റം. തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ബി.ജെ.പി. ഭരിക്കുന്ന കോർപ്പറേഷനെതിരെ യു.ഡി.എഫ്. അവിശ്വാസ നീക്കം ആരംഭിക്കുകയും അതിനിടെ സത്യപ്രതിജ്ഞാ വിവാദം ഹൈക്കോടതിയിലെത്തുകയും ഭരണപരമായ നിരവധി തീരുമാനങ്ങൾ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് സെക്രട്ടറിയെ മാറ്റാനുള്ള സർക്കാർ ഉത്തരവ് പുറത്തുവന്നത്. പുതിയ സെക്രട്ടറിയെ നിയമിച്ചതായി കോർപ്പറേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ സ്റ്റേ ഉത്തരവുമായി സെക്രട്ടറി സ്ഥാനത്ത് തുടർന്ന കെ.യു. ബിനിയെ സർക്കാർ കോടതി വഴി നീക്കി. പുതിയ സെക്രട്ടറിയായി മുഹമ്മദ് ഷാഫി ചുമതലയേറ്റു. രണ്ടാഴ്ച മുൻപ് ബിനിയെ മാറ്റി മുഹമ്മദ് ഷാഫിയെ സർക്കാർ കോർപ്പറേഷൻ സെക്രട്ടറിയായി നിയമിച്ചുവെങ്കിലും ഇദ്ദേഹത്തിന് ചുമതല ഏൽക്കാനായിരുന്നില്ല. ആ ദിവസം സെക്രട്ടറിയും അസിസ്റ്റന്റ് സെക്രട്ടറിയും അവധിയെടുത്തതിനാൽ റിപ്പോർട്ട് ചെയ്യാൻ ആളില്ലാതെ മടങ്ങേണ്ടി വന്നു. അടുത്ത ദിവസം ട്രിബ്യൂണലിൽ നിന്ന് അനുകൂല വിധി നേടി ബിനി സെക്രട്ടറി സ്ഥാനത്ത് തുടർന്നതോടെ മുഹമ്മദ് ഷാഫി പഞ്ചായത്ത് വകുപ്പിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇതേ തുടർന്നാണ് സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ച് സർക്കാരിന് അനുകൂലമായ വിധി നേടിയത്. കൊല്ലം കോർപ്പറേഷനിലേക്ക് മാറ്റിയ ബിനി അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. കോർപ്പറേഷൻ സെക്രട്ടറിയുടെ മാറ്റത്തിന് പിന്നിൽ യു.ഡി.എഫിന്റെ അതൃപ്തിയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. കോടതി ഉത്തരവ് കിട്ടി മണിക്കൂറുകൾക്കകം ബി.ജെ.പി. കൗൺസിലർമാർ തിടുക്കപ്പെട്ട് പുനഃസത്യപ്രതിജ്ഞ ചെയ്യിച്ചതുൾപ്പെടെയുള്ള ബിനിയുടെ നിലപാടുകളിൽ യു.ഡി.എഫിന് കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു. ഇടതുപക്ഷക്കാരിയാണെങ്കിലും ബി.ജെ.പിയുടെ താൽപര്യങ്ങൾക്ക് കൂട്ടുനിന്നുവെന്നായിരുന്നു ആക്ഷേപം. സത്യപ്രതിജ്ഞ ചെയ്യുന്ന വിവരം പ്രതിപക്ഷത്തെ അറിയിക്കുന്നതിൽ നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്നും ആക്ഷേപം ഉയർന്നിരുന്നു. ഇതോടെയാണ് ഹൈക്കോടതിയിൽ പോയി സർക്കാർ സ്റ്റേ നീക്കിയത്. പുതിയ സെക്രട്ടറി മുഹമ്മദ് ഷാഫിയെ നിർദ്ദേശിച്ചത് മുസ്ലിം ലീഗാണ്. കോർപ്പറേഷനിൽ ബി.ജെ.പി. ഭരണസമിതിയും പ്രതിപക്ഷവും തമ്മിൽ സംഘർഷങ്ങളും കേസുകളും തുടരുന്നതിനിടെയാണ് നിർണായക സ്ഥാനമായ കോർപ്പറേഷൻ സെക്രട്ടറി മാറി വരുന്നത്. കഴിഞ്ഞ ദിവസം കൗൺസിൽ യോഗത്തിന്റെ ഹാജർ ബുക്ക് ഭരണപക്ഷം കീറിക്കളഞ്ഞതായുള്ള പരാതി ഉൾപ്പെടെ സെക്രട്ടറിക്ക് മുന്നിലുണ്ട്. ഈ മാറ്റത്തിന് പിന്നിൽ വിവിധ രാഷ്ട്രീയ സാധ്യതകളാണ് വിലയിരുത്തപ്പെടുന്നത്. ഒന്നാമതായി, ഭരണ പ്രതിപക്ഷ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഭരണ സംവിധാനം കൂടുതൽ നിയന്ത്രണത്തിലാക്കാനുള്ള സർക്കാർ ശ്രമമെന്ന വ്യാഖ്യാനം ഉയരുന്നുണ്ട്. രണ്ടാമതായി, കോർപ്പറേഷനിൽ വരാനിരിക്കുന്ന നിർണായക തീരുമാനങ്ങൾ നിയമപരമായി വിവാദമാകാതിരിക്കാൻ പുതിയ ഭരണതല ക്രമീകരണം എന്ന വിലയിരുത്തലും രാഷ്ട്രീയ നിരീക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നു. അതേസമയം ഇത് പതിവ് സർവീസ് നടപടിയാണെന്നും രാഷ്ട്രീയ അർത്ഥങ്ങൾ നൽകേണ്ടതില്ല എന്നും സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നുമുണ്ട്. എന്നാൽ സമയമാണ് ഈ തീരുമാനത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത്. അവിശ്വാസ പ്രമേയ ചർച്ചകൾ, കോടതി വിധികൾ, കൗൺസിൽ നടപടികളെ ചൊല്ലിയ തർക്കങ്ങൾ എന്നിവയുടെ മധ്യേ സെക്രട്ടറി മാറിയതോടെ വരാനിരിക്കുന്ന ഓരോ ഫയലിനും ഓരോ ഭരണ നടപടിക്കും രാഷ്ട്രീയ നിറം ലഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ മാറ്റം ഒരു ഉദ്യോഗസ്ഥന്റെ സ്ഥലം മാറ്റം എന്നതിലുപരി തിരുവനന്തപുരം കോർപ്പറേഷനിലെ അധികാര സമവാക്യങ്ങളിൽ പുതിയ ഘട്ടത്തിന് തുടക്കമാകുമോ എന്ന ചോദ്യവും ഉയരുകയാണ്. രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ഭരണപരമായ ഓരോ തീരുമാനവും ഇപ്പോൾ സർക്കാരും പ്രതിപക്ഷവും തങ്ങളുടെ നിലപാടുകൾക്ക് അനുകൂലമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന ഘട്ടമാണ്. സെക്രട്ടറിയുടെ മാറ്റവും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കോർപ്പറേഷന്റെ പ്രവർത്തന രീതി, പുതിയ സെക്രട്ടറിയുടെ തീരുമാനങ്ങൾ, അവിശ്വാസ നീക്കത്തിന്റെ ഭാവി, കോടതിയുടെ തുടർ നിരീക്ഷണങ്ങൾ എന്നിവയാകും ഈ നീക്കത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയ പ്രാധാന്യം അല്ലെങ്കിൽ രാഷ്ട്രീയ നിറം നിർണ്ണയിക്കുക. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ മാറ്റം ഒരു ഫയൽ നീക്കമല്ല. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇനി ഏത് ദിശയിലേക്കാണ് പോരാട്ടം നീങ്ങുന്നത് എന്നതിന്റെ സൂചനയായും ഇതിനെ വിലയിരുത്തുന്നവരുണ്ട്.